ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2025 ഓഗസ്റ്റ് 15 ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടാ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ കടലിൽ പോകാനായിട്ട് എല്ലാവരും വന്ന് 3 മണിക്ക് പോകുമെന്ന് പറഞ്ഞ ബോട്ട് പോകാനായിട്ട് കുറച്ച് വൈകിട്ടാ. ചെറിയൊരു കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടാ. അപ്പോൾ രാത്രി പോകുള്ളൂ എന്ന് പറഞ്ഞതോടെ സ്റ്റോറിൽ നിന്ന് മീനെടുക്കേണ്ട അളിയനും ആൻറ്റിച്ചേട്ടനും അതുപോലെ സുരേഷ് ഷോപ്പയും കൂടി തകർക്കാൻ പോയിന് ഇവിടെ കുക്കിങ്ങിൽ. അപ്പോൾ ഞണ്ടും അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം പോയി വന്നപ്പോൾ ഉണ്ടായ കിളിമീനും പിന്നെ കുറച്ച് പട്ടിക്കുട്ടി കലവാന്ന് പറയും അതൊക്കെയാണ് ഇന്ന് കറിക്കെടുത്തതിന് കേട്ടോ രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ സുരേഷ് ഷോപ്പയുടെ കറി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഞണ്ട് കറിയൊക്കെ കൂട്ടണം നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമീൻ, തിരിയാൻ, അതുപോലെ തന്നെ കലവാന്ന് പറയും കേട്ടോ. പട്ടിക്കുട്ടി, അങ്ങനെ പല പല പേരുണ്ട് കേട്ടോ. ഈ തിരിയാനെ ചില നാടുകളിൽ വേറെ പേരാണ്ട പറയണത്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് തിരിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം വെട്ടി ക്ലീൻ ആക്കിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് ഒരു ചെറിയ കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാ. അപ്പം മീൻ കറിയും ഉണ്ടായി, അതുപോലെ തന്നെ ഞണ്ട് കറി ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടാ. അപ്പോൾ ഞണ്ട് കറിയും അതുപോലെ മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പയ്യൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ബോട്ട് പോകാനുള്ള രീതിയിൽ കാര്യങ്ങൾ റെഡിയായി. സ്രാങ്ക് വന്ന് നേരെ കെട്ടഴിച്ച് നേരെ നമ്മൾ കടലിലേക്ക് പോകേണ്ട. അപ്പം ഇനി ഏകദേശം ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാണ്ട. അങ്ങനെ ഇവിടെ നിന്ന് കെട്ടഴിച്ച് ഞങ്ങൾ നേരെ കടലിലേക്ക്, ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കടലിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോനകത്ത് ഫിഷിങ് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്. ഫിഷിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും എല്ലാം കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കടലിൽ നമുക്ക് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് അതെല്ലാം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കട്ടെ. അതിൽ ഒരു കാര്യം ഒഴികെ, അതായത് ബാത്റൂമിൽ പോണ കാര്യം ഒഴികേട്ടാ. സമയം ഒരു 10-11 മണിയായപ്പോഴേക്കും നമ്മൾ അഴിയിറങ്ങിയേട്ടാ. അപ്പോൾ അഴിയിറങ്ങുമ്പോൾ തന്നെ ബോർഡും അതുപോലെ തന്നെ വലയെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ നമുക്ക് എത്തുമ്പോൾ നേരെ ഇതെല്ലാം എടുത്തിട്ടാൽ മതി, അല്ലെങ്കിൽ ആ സമയത്ത് സെറ്റ് ചെയ്യാൻ നിൽക്കണം. അങ്ങനെ കുഞ്ഞച്ച ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്ന് തകർക്കണ്ട. അങ്ങനെ വെളുപ്പിനൊരു 3:30-4 മണിയായപ്പോഴേക്കും നമ്മളെങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 40-45-50 നോട്ടിക്കലോളം ഓടി എത്തിയിട്ടാ. അപ്പോൾ ആലപ്പുഴ ആ ഒരു സൈഡായിട്ടാണ് നമ്മൾ എത്തിയേക്കണത്. നേരെ നമ്മൾ വലയിട്ട് കഴിഞ്ഞ് ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച ഞാൻ കാണുന്നേട്ടാ. ഇത് നോക്കിയേ നിങ്ങൾ. കവര് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ലേ, പക്ഷെ കടലിൽ കവര് വരുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട. അടുത്തൊരു ബോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല അടിപൊളിയായിട്ട് കിട്ടിയാനെ. പക്ഷെ വെട്ടം അധികം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് അധികം അങ്ങോട്ട് കിട്ടണില്ലട്ടാ. എന്നാലും വെട്ടമില്ലാത്ത സ്ഥലം വരുമ്പോൾ കാണുന്ന നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ. കണ്ണീ കാണുന്ന കാഴ്ച ഫോണിൽ കാണാൻ പറ്റണില്ല. അതാണ് എൻ്റെ ഒരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ. മറ്റുള്ളവരെനിക്കത് കാണിക്കാൻ പറ്റണില്ല. ഇതിലും ഡബിൾ ഇരട്ടിയാണ് ഇത് കാണാനുള്ള ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എനിക്കത് ഫോണിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റണില്ല. അപ്പോൾ അത് നമ്മുടെ പ്രൊപ്പലർ കറങ്ങുമ്പോൾ ആ ഒരു വെട്ടം കണ്ട അവിടെ ആ വെള്ളം കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുള്ള മറിക്കാനുള്ള വെള്ളത്തിനുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് കലങ്ങി മറിയണ ഈ കാണുന്നു നോക്കിയത്. നമ്മുടെ ഈ ബോട്ടിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ തന്നെ വെളുപ്പിന് കഴിക്കാനായിട്ട് പുഴുങ്ങിയ മുട്ട ഉണ്ടാവട്ടെ. അപ്പോൾ രാവിലെ തന്നെ മുട്ടയൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആൻറ്റിച്ചേട്ടനും അതുപോലെ കുഞ്ഞച്ചൻ ചേട്ടനും ഇവിടെ ബാക്കിലുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ഒരു 6 മണി 7 മണിയായപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചുറ്റിനും ബോട്ടുകളാണ്. കാരണം മീൻ കിട്ടുന്ന സ്ഥലം അറിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോട്ടുകൾ ആ ഗ്രൗണ്ടിലുണ്ടാവും. ഇത് നോക്കി എങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും ഒരു 100 ബോട്ടുകൾക്ക് മേലുണ്ട് കേട്ടോ. ഇത് കണ്ട ഇത്രയും ബോട്ടുകൾ കിടന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ മീൻ വലിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം. കൂടുതലായിട്ടും കിട്ടുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമീനായിരിക്കും ഉള്ളത്. കാരണം ഈ സീസൺ ടൈമിൽ നമുക്ക് പോകാൻ നേരത്ത് കിട്ടുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമീനാണ്. ഇത് കണ്ട എന്തോരം ബോട്ടുകളാണെന്ന് നോക്കി വലിക്കണത്. കാറ്റുണ്ട, ഒരു ചെറിയ തണുത്ത കാറ്റ് ഇവിടെ നിന്ന് വീശുന്നുണ്ട് കേട്ടോ. എന്നാലാ നല്ല മഴക്കാരുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു വെട്ടമൊക്കെ വന്ന് തുടങ്ങി. താങ്കാണെന്നുണ്ടെങ്കിൽ GPS എക്കോ സൗണ്ടറെല്ലാം നോക്കി അതുപോലെ തന്നെ വയർലെസ്സിൽ തന്നെ മറ്റുള്ള തിരിവുകളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട. ചെറിയ രീതിയിൽ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. 5 മണിക്കിട്ട വല 3 മണിക്കൂർ വലിച്ച് 8 മണിക്കിട്ട പിടിക്കണത്. സ്ലോ പണിയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരെയും ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എണീപ്പിച്ച് എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവരവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എണീറ്റ് പയ്യെ ഇങ്ങനെ വരേണ്ട. ഒരു ഹോണുണ്ട്, ആ ഹോണുമ്പോൾ നിൽക്കുമ്പോഴേക്കും എല്ലാവരും സ്വിച്ച് ഇട്ട പോലെ ചാടി എണീക്കും. അതാണ് എണീക്കാനുള്ള സിഗ്നൽ. സാധാരണ നമ്മുടെ ഈ ബോട്ടിൽ 7 മണിക്ക് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കോട്ടെ.
പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയേക്കണം മീൻ കിട്ടിയിട്ടില്ല. 8 മണിക്ക് ഇപ്പോൾ വല പിടിച്ചു കഴിഞ്ഞിട്ട് അതിലുള്ള മീനെ നമുക്ക് എടുത്തിട്ട് കറി വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മീൻ കിട്ടിയിട്ടേ നമുക്ക് കറി വെക്കോളട്ട. അങ്ങനെ വല കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന. 150 കിലോ ഭാരമുള്ള 2 ഇരുമ്പിൻ്റെ ബോർഡുകൾ ഉണ്ടാവട്ടെ ബോട്ടിൻ്റെ ഇരു സൈഡിലും. അത് വലനെ താത്താനും അതുപോലെ തന്നെ മണ്ണിലൂടെ തട്ടി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം പോലെ ആയിരിക്കുള്ള അടിയിൽ. അപ്പം മീനുകൾ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് നേരെ വലയുടെ ഉള്ളിലേക്ക് ഓടിക്കയറും. അപ്പോൾ അതെ 2 സൈഡിലുണ്ട് ബോർഡ്. അത് കഴിഞ്ഞ് നമ്മുടെ ബോർഡ് കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബോട്ട് നിന്നിട്ട് ഓടിക്കും. കാരണം വല ഏറ്റവും അടിയിലായിരിക്കോട്ടെ, ഈ വലനെ പൊക്കി കൊണ്ടുപോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ബോട്ട് ഓടിക്കോട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സീറോപ്പ് കയറ്റും നമ്മൾ. സീറോപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലോട്ടെല്ലാം പൊക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് നേരം ഇട്ട് ബോട്ട് ഓടിക്കോട്ടെ. അപ്പോൾ അതായത് നമ്മുടെ ഫ്ലോട്ടെല്ലാം ഇതുപോലെ പൊന്തി വരും. അപ്പോൾ നമ്മുടെ വല ഏകദേശം അല്ല മൊത്തത്തിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സീറോപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല കൈക്ക് വലിച്ച് വേണം കയറ്റാനായിട്ട്. വല പിടിക്കുമ്പോൾ കാറ്റിനനുസരിച്ച് ബോട്ട് നീങ്ങും. അപ്പം നമ്മൾ ഇവിടുന്ന് ഓരോ സിഗ്നൽ സ്രാങ്കിന് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് സ്രാങ്ക് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യോട്ടെ. ആദ്യത്തെ വലക്ക് തന്നെ നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത കുറേ ഞണ്ടും പിന്നെ കുറേ ശങ്കൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാടോ പിന്നെ ഈ ഉപയോഗമില്ലാത്ത ഞണ്ടിനെ വെറുതെ പിടിച്ച് ജീവങ്ങളൊന്ന് കൊന്നുകളയണേന്ന്. ശരിക്കും നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട വലല്ല, കിളിമീനിട്ട വലയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഞണ്ടുകൾ ഇങ്ങനെ കയറി പറ്റണേണ്ട. കാരണം സ്ലോ വലയെന്ന് പറയുമല്ലോ. അപ്പോൾ ഈ കടലിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ടുകൾ ഇഷ്ടം പോലെ ആ വലയിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പങ്കേമ റോപ്പ് കുടുങ്ങിയിട്ട് അത് ചെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബെന്നിച്ചനും പിന്നെ രാജീവ് കൂടി നേരെ വെള്ളത്തിലേക്ക് ആടിയേക്കണേണ്ടി കാണുക. കടലിൽ വെച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും പങ്കേമ ചെത്താനുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ കവര് കണ്ടില്ലേ, ആ സമയത്ത് ഉണ്ടായ ഒരു പാടയാണിത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് കാണുന്നിടത്ത് കവര് കുറച്ച് അധികമായിട്ട് കാണാറുണ്ട്. അങ്ങനെ മീൻ തിരിയാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ നിന്ന് കിളിമീനും അതുപോലെ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ തിരഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്ട്. അങ്ങനെ ഉള്ളയിൽ കിളിയും അതുപോലെ ഉണ്ണിമേരിയൊക്കെയാണ് കറിക്ക് എടുത്തേക്കണേട. ഉണ്ണിമേരിയൊന്നും അങ്ങനെ എടുക്കാറില്ല കറിക്ക്. നല്ല മീനില്ലാത്തതിൻ്റെ പേരിലാണ്ട് ഉണ്ണിമേരി കറിക്ക് എടുത്തേണ്. ഉണ്ണിമേരി മോശം മീനാണെന്നല്ല പറയണത്, നമ്മ അധികം കൂട്ടാറുള്ളത്. അപ്പോൾ അതേ പങ്കേമ ചുറ്റിയ സാധനം കൊണ്ടി കാണുന്നത് ഈ റോപ്പാണ് ചുറ്റിയത്. അപ്പോൾ അതേ ബെന്നിച്ചനത് കീറി മുറിച്ചെടുത്ത് വന്നേക്കാണ്, ബെന്നിച്ചനും അതുപോലെ രാജീവും കൂടി. ഉണ്ണിമേരിക്ക് പല പേരുകളാണ് ഓരോ നാട്ടിലുള്ളത്. സിൽക്ക്, പിന്നെന്താണ് പുയ്യാപ്പിളക്കോര, അങ്ങനെ പല പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനെ പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അത് മാത്രമല്ല ഇതിനെ നമ്മൾ നന്നാക്കുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ തൊലി വിളിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ടൊക്കെ. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട ചെറിയൊരു ചട്ടി വെച്ച് ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട്. വെളിച്ചെണ്ണക്ക് ഇപ്പോൾ കിലോ 500 രൂപേൻ്റെ പേരിൽ ഞാൻ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാറില്ല, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കറി വെക്കണമൊക്കെ ഓയില്ലാണ്ട. സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചിട്ട് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വാളം പുളിവെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു തിള വരുമ്പോൾ, അതായത് ഈ ഒരു ഗ്രേവിയിൽ തിള അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വെട്ടി പീസാക്കി വെച്ചാൽ നമ്മുടെ മീനുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. കളർ നോക്കി എന്താ കളർന്നുണ്ട്. വീട്ടിൽ വെക്കുമ്പോൾ ഈ കളർ ഇട്ടുള്ളത് എന്താണെന്നാവോ? എന്നാലും ഇതിൽ ഉപയോഗിക്കണ കാശ്മീരി ചില്ലിയുമല്ല. ഇനി ഫോണിൻ്റെ വല്ല പ്രത്യേകതയാണെന്നാവോ? എന്തായാലും മീനെല്ലാം കുതിർത്തിയിട്ടിട്ട് ഇതേ പാത്രം മൂടി വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വലിയിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സ്രാങ്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കേണ്ട, പണി മോശമുള്ള. ഇതിലുള്ള പണിക്കാരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ കാര്യം എല്ലാം പുള്ളിക്കാരൻ്റെ തലയിലായിരിക്കുള്ളൂ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും ഉള്ള സ്രാങ്കിന്.
അങ്ങനെ അതെ വിൽസൺ അളിയനാണെന്നുണ്ടെങ്കിൽ പാത്രമെല്ലാം നന്നായിട്ട് തേച്ചഴുകിയിരുന്നു. അതേസമയം നമ്മുടെ മീൻകറി ഇവിടെ കിടന്ന് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ കിട്ടിയ മീനുകളെല്ലാം ഓരോ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 2 3 ബോക്സ് കിളിയോളും ഉണ്ട്, പിന്നെ കുറച്ച് മൂങ്ങിയുണ്ട്, പിന്നെ കോലാമീനൊക്കെ എടുത്തിട്ടുണ്ട്. അത് വളത്തിന് പോണ മീനാണ്. അങ്ങനെ മൂങ്ങിയാണ് ആ മുന്നോട്ട് പോയ മീൻ. അതിനെ കഴിക്കാനായിട്ട് ഉപയോഗിക്കില്ല, വളത്തിന് പോണ മീനാണ്. പിന്നെ ഒരു 1/2 ബോക്സ് കിനാവളിലേക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ അടുത്ത വല തട്ടിയിട്ടാ. കുറച്ച് തെക്കോട്ട് മാറിയിട്ടാണ് നമ്മൾ അടുത്ത വല തട്ടിയത്. അപ്പോൾ അടുത്ത വലയിൽ എന്തൊക്കെ മീൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അത് നമുക്കൊരു 3 മണിക്കൂർ 3.5 മണിക്കൂർ കഴിഞ്ഞ് ചരക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കേട്ടാ. അങ്ങനെ റോപ്പെല്ലാം വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ അതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപ്പം കളറിൽ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവണം. എന്താ കളർ നോക്കി. അങ്ങനെ ദേ ആൻറ്റിച്ചേട്ടന് ഇവിടെ വലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് മീൻ വിളമ്പാനായിട്ട്, അതായത് ചോറ് വിളമ്പാനായിട്ട് ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മുടെ ഉരുളി അടപ്പത്ത് നിന്ന് എടുത്തിട്ട് നേരെ പുറത്തു കൊണ്ടുപോവുകയാണ്. ഈ ബോട്ടിലൊരു പ്രത്യേകതയുണ്ട്. വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒരേ രീതിയിലാണ് വിളമ്പുന്നത്. ചില ബോട്ടുകളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് കഴിക്കുക. പക്ഷേ ഇതിലങ്ങനെയല്ല. ചോറായാലും കറിയായാലും ഒരുമിച്ച് വിളമ്പും. ആവശ്യക്കാർക്ക് വേണ്ടത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കഴിക്കുക. ചോറ് എന്തോരം വേണമെങ്കിലും ഉണ്ടാവട്ടെ. അപ്പോൾ അത് ഈ കറിയുടെ കളർ നിങ്ങൾ കണ്ട, ഉണ്ണിമേരിയും തിരിയാനും കിളിമീനും അതുപോലെ നമ്മുടെ ഈ കലക്കുട്ടിയൊക്കെ വെച്ചിട്ടുള്ളൊരു കിടിലൻ കറിയാണ്ട. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. ആദ്യം തന്നെ സ്രാങ്കിന് ആൻറ്റിച്ചേട്ടൻ കൊണ്ടുപോയി ഫുഡ് കൊടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഫുഡ് എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കണതിൻ്റെ അണ്ണാക്കി കൊണ്ടുപോയി ക്യാമറ കുത്തി കയറ്റിയിട്ട് അവസാനം ഞാനും ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ചോറും മീൻ കറി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്. ഉണ്ണിമേരി സത്യത്തിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എന്തായാലും സംഭവം അടിപൊളി.